മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസാരിക്കാൻ ഒരുങ്ങുകയാണ്. ഞാൻ പ്രതികരിക്കണമെന്ന് നിങ്ങളങ്ങനെ തീരുമാനിക്കും. ഞാൻ ഇവിടെ വേറൊരു ആവശ്യം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കെ ബി ഗണേഷ് കുമാർ KSRTCയുടെ ആശുപത്രി ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയത്. അദ്ദേഹം ആ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്, അവിടെയാണുള്ളത്. അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിലിപ്പോൾ ഷഫീദ് തുടർന്നോളൂ. ഷഫീദ്, ഉന്മേഷ്, അല്പസമയം മുൻപ് അദ്ദേഹം ഒറ്റവാക്കിലൊരു പ്രതികരണം നടത്തിയിരുന്നു. അതല്ലാതെ അദ്ദേഹം മറ്റു പ്രതികരണത്തിലേക്ക് ഇതുവരെയും തയ്യാറായിട്ടില്ല. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞ കാര്യം, കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ കാര്യം, ഈ രാജി എന്ന അഭ്യൂഹം അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നുള്ള ചോദ്യത്തിന് അതിനുള്ള മറുപടിയായി അദ്ദേഹം അത് മാത്രമാണ് പറഞ്ഞത്. മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാൻ കെ ബി ഗണേഷ് കുമാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പക്ഷേ അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ KSRTCയുടെ ആശുപത്രി ഉദ്ഘാടനത്തിനായി ഇങ്ങോട്ടേക്ക് എത്തിയത്. അദ്ദേഹം നടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ ഏതാണ്ട് കിഴക്കേക്കോട്ട ചീഫ് ഓഫീസിന് മുൻപിൽ നിന്ന് ഘോഷയാത്രയായി സ്വീകരിച്ചിട്ടാണ് ജീവനക്കാർ ഇവിടേക്ക് എത്തിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ രാജി എന്നുള്ളത് മാധ്യമ അഭ്യൂഹം മാത്രമാണ്, ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെയുള്ളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. അദ്ദേഹം പിന്നീട് ശേഷം പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഉന്മേഷ്, മന്ത്രി ഇപ്പോഴും അവിടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അവിടേക്ക് എത്തിയത്. രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് അറിയിച്ചു. കുടുംബ പ്രശ്നമെന്ന് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയായിരുന്നു. ഭാര്യയുമായുള്ള ഒത്തുതീർപ്പിന് ശേഷമാണ് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് പങ്കെടുത്തത്. മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയായതേയില്ല. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ആരും ഈ വിഷയം ഉന്നയിച്ചില്ല. അതുകൊണ്ട് അവിടെ ചർച്ച നടന്നില്ല. അതിനുശേഷമായിരുന്നു, മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ കണ്ടത്. ഇത് കുടുംബ പ്രശ്നമാണ് എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. രാജിയില്ല എന്നും അദ്ദേഹം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായാണ് ഈ ഒത്തുതീർപ്പ് ചർച്ചകളും സംഭാഷണങ്ങളും നടന്നത്. അദ്ദേഹം ഭാര്യ ബിന്ദു മേനോനെ നേരിട്ട് വിളിക്കുകയായിരുന്നു. മാപ്പ് പറഞ്ഞു ഈ വിഷയത്തിൽ. തൊട്ടു പിന്നാലെയാണ് തനിക്ക് പരാതിയില്ല എന്ന് ബിന്ദു മേനോൻ അറിയിക്കുന്നത്. മാപ്പ് പറഞ്ഞതോടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണ് പറയുന്നത്. പോലീസിൽ പരാതി നൽകാൻ താല്പര്യമില്ല എന്ന് ബിന്ദു മേനോൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നവർ അത് ആവർത്തിക്കുകയും ചെയ്തു. ഇനി വിവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ബിന്ദു മേനോന്റെ പ്രതികരണം അതിനുശേഷം ഉണ്ടായത് ഈ വിഷയത്തിൽ. അതോടെയാണ് പ്രശ്നങ്ങൾ കെട്ടടങ്ങിയത്. തൊട്ട് പിന്നാലെ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കായി. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതോടെ തന്നെ ഈ ഭാര്യ ബിന്ദുമേനോനുമായി ഒത്തുതീർപ്പിലെത്തി എന്നുള്ള വാർത്ത എത്തുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം KSRTCയുടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.